ആ ഓളം പോലെ മുമ്പോട്ട് ഓളം കണ്ടാൽ മതി. കലാശമൊന്നും കണ്ടിട്ടൊന്നും നമ്മൾ മനസ്സ് മാറിയല്ല കേരളക്കാർക്ക്. അവർക്ക് ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് അവർ വോട്ട് ചെയ്യുന്നത്. കേരളത്തിലെ 3 മുന്നണികളും അവരുടെ മുഴുവൻ കരുത്തോടു കൂടിയുള്ള പ്രചരണമാണ് ഇത്തവണ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചല്ലേ തീരുമാനിച്ചു വെച്ചിരിക്കുക. ആ വോട്ടങ്ങ് ചെയ്യും. ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമല്ലാതെ ഒരു പുതിയ ഭരണസമിതി കൂടെ വരട്ടെ. ഈ എല്ലാ കാര്യത്തിനും കൂട്ടത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും ചിക്കിൽ കൊടുത്തില്ല നാളെ അവൻ പ്രവർത്തിക്കാൻ കാണുകയല്ല. അവരെ ഒന്ന് നിർത്താനും 2 സ്മോൾ വാങ്ങിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടായി കൊട്ടിക്കലാശം. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ തീരുമാനം എടുത്തതാണോ അതോ ഇതൊക്കെ കണ്ടിട്ട് ഈ പ്രചരണം കൂടുതൽ കണ്ടിട്ട് ആരാണ് അതാണോ നമ്മുടെ വോട്ടിന്റെ മാനദണ്ഡം? അല്ല നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ ഇത്രയും നാളത്തെ. അതൊക്കെ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും ആർക്ക് വോട്ട് കൊടുക്കണം. പിന്നെ അവരുടെ പ്രകടന പത്രിക ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നോക്കും. എന്തൊക്കെ വാഗ്ദാനങ്ങളുണ്ട് കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടുണ്ടോ നോക്കും. പിന്നെ അതൊക്കെ നോക്കണമല്ലോ, അതല്ലേ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയൊക്കെ നിർണ്ണയിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരെണ്ണം ഉറച്ചോ അതോ ഈ പ്രചരണമൊക്കെ കണ്ടിട്ടാണോ നമ്മൾ വോട്ട് കൊടുക്കുന്നത്? അല്ല, എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അത് കണ്ടു ചെയ്യും. അപ്പോൾ എന്ത് കണ്ടിട്ടാണ്, എന്താണ് അതിനൊരു മാനദണ്ഡം? നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പം തീരുമാനിക്കുന്നത്? ലാളിത്യം, ലളിതം, അതായത് ലളിതമായ ജീവിതം, ലാളിത്യം നമ്മൾ ഉദ്ദേശിക്കുന്നു. എന്ത് കാര്യങ്ങളും നമുക്ക് ധൈര്യമായിട്ട് ചെന്ന് പറയാൻ സാധിക്കും എന്നുള്ള ഒറ്റ ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പാണ്. അത് മാത്രം. ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലം ഇന്ന് ഈ പൊട്ടിക്കലാശം അതൊക്കെ ഈ ജനങ്ങളുടെ വോട്ടിനെ ബാധിക്കുമോ? അതൊന്നും ബാധിക്കില്ല. ആളുകൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴേ ആളുകൾ വോട്ട് ചെയ്യണം, ആരൊക്കെ ചെയ്യണമെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. അല്ല, ഇതൊക്കെ ബാഹ്യമായ പ്രകടനങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വലിയ കാര്യമില്ല. കലാശമൊന്നും കണ്ടിട്ടൊന്നും നമ്മൾ മനസ്സ് മാറിയല്ല കേരളക്കാർക്ക്. അവർക്ക് ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് അവർ വോട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പാർട്ടിയൊന്നും അല്ല മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് പ്രയോജനമുള്ള ആരാണോ അവരെ വിജയിപ്പിച്ച് വിടുക എന്നുള്ളത്. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ പിന്നെ 1% വല്ല ഈ ഓളം കണ്ടിട്ട് അത് 1% അത്രേ ഉണ്ടാവുള്ളൂ. ഇന്നലെയൊക്കെ കുട്ടിക്കലാശത്തിനൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനോളം രൂപകൾ പല രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിൽ അത് യഥാർത്ഥത്തിൽ ഒരു വേസ്റ്റ് എന്ന് പറയാൻ വേസ്റ്റാണ്. വേസ്റ്റ് അത് വേറെ എന്തെങ്കിലും ജനോപകാരപ്രദമായ കാര്യത്തിന് ഉപയോഗിക്കാം. പ്യുവർ വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാം, ഈ എല്ലാ കാര്യത്തിനും കൂട്ടത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും ചിക്കിൽ കൊടുത്തില്ല നാളെ അവൻ പ്രവർത്തിക്കാൻ കാണുകയല്ല. അവരെ ഒന്ന് നിർത്താനും 2 സ്മോൾ വാങ്ങിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടായി കൊട്ടിക്കലാശം. ഇന്നലകളിൽ അവരുടെ പ്രവൃത്തി എന്താണോ അതേ വോട്ടായി മാറത്തുള്ളൂ. നമ്മുടെ ഇന്നലകളിലെ വാക്കും പ്രവൃത്തിയാണ് ഇന്നത്തെ റിസൾട്ട്. എന്ത് കാര്യത്തിൽ, ഇതിൽ മാത്രമല്ല എന്തിലും. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നോ അതാണ് നാളത്തെ റിസൾട്ട് അല്ലേ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി ആരെന്ത് ചെയ്താലും അവർക്ക് വോട്ട് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. മുൻപ് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് ഇത്തവണ നടന്നത്. എല്ലാ മുന്നണികളും, പ്രധാനമായിട്ടും കേരളത്തിലെ 3 മുന്നണികളും അവരുടെ മുഴുവൻ കരുത്തോടു കൂടിയുള്ള പ്രചരണമാണ് ഇത്തവണ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ജനത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇത് സഹായകരമാകും. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമാണ്. എല്ലാവരും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി കൊണ്ടും കൊടുത്തും ഒക്കെ പ്രചരണം നടത്തുന്നത് തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ ഓരോരുത്തരുടെയും അവകാശവാദങ്ങൾ പരിശോധിക്കുവാനും അതിനെ ഇഴകീറി ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ടും തീർച്ചയായിട്ടും അത് സഹായകരമാവും. ഇത് ജനങ്ങൾക്കൊരു ശല്യമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഒരു പ്രചരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് മാധ്യമങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. വഴിയിലൂടെയുള്ള ക്യാമ്പയിനുകളെക്കാൾ കൂടുതൽ മുന്നിൽ നിന്നത് നേതാക്കന്മാരുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രചരണമൊക്കെ തീർച്ചയായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത പ്രചരണമാണ്. പിന്നെ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രചരണങ്ങളെ നമുക്ക് ഒഴിവാക്കാനൊന്നും സാധിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാനും അതുപോലെ തന്നെ മറ്റ് മുന്നണികളെ തുറന്ന് എതിർക്കുവാനും അതുവഴി ജനങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടെ ബോധ്യമാകാനും ഒക്കെ സഹായിക്കുന്നതാണ് പ്രചരണങ്ങൾ. അത് തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഏറ്റവും ശക്തമായ ഒരു പ്രചരണമായിരുന്നു ഇത്തവണ ഉണ്ടായത്. അത് ഏത് രീതിയിലാണെങ്കിലും എല്ലാ മുന്നണികളും അവരുടെ മുഴുവൻ കരുത്തുകളും ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്, ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല ഒരു പാഠപുസ്തകമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ഇതേവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രചരണ ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത്. ഇങ്ങനൊരു ഭരണമാറ്റം വരണം എന്നുള്ളത് ഒരു അപ്പം അത് പിന്നെ ആളിൻ്റെ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ വ്യക്തികളെ കണ്ടിട്ടാണോ രാഷ്ട്രീയം കണ്ടിട്ടാണോ? അല്ല, വ്യക്തികളെ കണ്ടിട്ടല്ല. അടുത്ത കാലഘട്ടങ്ങളിൽ ഓരോ
രാഷ്ട്രീയമായിട്ടും ഒത്തിരി സംഭവങ്ങളുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അല്ല ഇപ്പോൾ ഈ ഇന്നലെ ഒന്നും എടുത്ത ഇല്ല തീരുമാനമല്ല. അങ്ങനെയല്ല, നമ്മൾ ആഘോഷങ്ങളതൊന്നും കണ്ടല്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചല്ലേ തീരുമാനിച്ച് വെച്ചിരിക്കുക. ആ വോട്ടങ്ങ് ചെയ്യും. ഈ കിടന്ന് ബഹളം വെച്ചിട്ടൊരു കഥയില്ല. ഒരു കഥയില്ല. നാള് മുതൽ കേൾക്കുന്നതാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. അത് മാത്രം മതിയോ? ഒരു ചേഞ്ചിങ് വേണ്ടേ? ലോകം വളർന്നു, വിദ്യാസമ്പന്നരേക്ക് ചെറുപ്പക്കാരെല്ലാം വലിയ വലിയ ഹൈ ലെവലായി. അപ്പം ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമല്ലാതെ ഒരു പുതിയ ഭരണസമിതികൾ വരട്ടെ. നമുക്ക് വളരെ ആവശ്യമാണ്, ഇന്നത്തെ ലോകത്തെ വളരെ ആവശ്യമാണ്. നമുക്ക് ഈ നാട്ടിൽ അറിയാവുന്ന വ്യക്തികളെ കൊണ്ട് നിർത്തുകയാണെങ്കിലോ, അവരെ ഈ നാടിന് അറിയാവുന്ന രീതിയിൽ അവർ പൊതുപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലോ, നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ എല്ലാ മതിലുകളും എല്ലാ ജംഗ്ഷനുകളും എന്താ പറയുക, പോസ്റ്റർ അതുപോലെ തന്നെ ഫ്ലെക്സുകൾ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. പണ്ടൊന്നും ഇത്ര ഇല്ല എങ്കിലും ഇപ്പോൾ ഇത് കൂടുതലാണ്. അതുപോലെ തന്നെ പൊതുവഴികൾ, കലാശക്കൊട്ട്, ഈ അതുപോലെ മൈക്ക് സൗണ്ട് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങൾ, ഇതൊക്കെ മനുഷ്യനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. പക്ഷേ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതുപോലെയുള്ള കോലാഹലങ്ങൾ നടത്തിയിട്ടൊന്നും കാര്യമില്ല. ഓരോ വ്യക്തികളുടെയും ഇലക്ഷൻ ആരംഭിക്കുമ്പോൾ മുതൽ ഓരോ വ്യക്തികളുടെയും മനസ്സിൽ അവരുടേതായ രാഷ്ട്രീയം, അവരുടേതായ വ്യക്തികളെ അവർ നേരത്തെ തന്നെ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും വലിയ പ്രചരണം അല്ല, ഇത്ര വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാൽ ഇതിനൊന്നും ഒരു വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പലപ്പോഴും അത്യാവശ്യമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻസ്, നമ്മളൊരു ആംബുലൻസ് പോലും കഴിഞ്ഞ ദിവസം കടന്നു വന്നിട്ട് കുട്ടിക്കലാശത്തിൻ്റെ പേരിൽ അവിടെ ഒന്ന് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് ആംബുലൻസ്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രകടനം ഒന്നും കണ്ടിട്ടല്ല. നമുക്ക് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലൊരാളുണ്ട്. എന്നാ ഇതെന്ന് പറയാൻ ഇവിടെ ഈ കൊട്ടിക്കലാശത്തിന്റെ മേള കണ്ടിട്ടൊന്നുമല്ല. ഒന്നുമല്ല. കൂടുതൽ കാശാരി ചെലവാക്കുന്നു. അതുമല്ല. അവർ കാശ് ചെലവാക്കിയിട്ട് കാര്യവുമില്ല. നമുക്ക് പ്രയോജനമൊന്നുമില്ല. നമ്മളൊരാൾക്ക് ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. പാവപ്പെട്ട രോഗികൾക്കോ പാവപ്പെട്ട വീട്ടിലെ പെണ്ണുകൊച്ചുകളെ കെട്ടിച്ചു വിടുവോ, പാവപ്പെട്ടവർക്കൊരു വീട് വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇത്രമാത്രം ലക്ഷക്കണക്കിന് ചെലവഴിക്കേണ്ട കാര്യമില്ല. ഇല്ല. എല്ലാവരും തെരഞ്ഞെടുപ്പിന് ഓരോരോ മനസ്സിൽ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതേ നടക്കുള്ളൂ. അപ്പോൾ ഇന്നലെയൊക്കെ കണ്ട കുട്ടിക്കലാശം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ചെലവുകളാണ്. ഉറപ്പായിട്ടും. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതേ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ജനമനസ്സിൽ മാറ്റി ജനമനസ്സിൽ നിന്ന് മാറ്റാൻ അവരുടെ ഒരു ആവേശം എന്നുള്ളതേ ഉള്ളൂ. അവരുടെ പാർട്ടിക്കാർക്കൊരു ആവേശം, അവർക്കൊരു ലാസ്റ്റ് ദിവസം ഒരു ഉത്സവമല്ലേ അവർക്ക്, അത്രേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം കാണിച്ചത് പരിപാടി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒത്തിരി അസൗകര്യം ഉണ്ടാക്കി വെക്കലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാക്കി. പിന്നെ ചെറുപ്പക്കാരുടെ അപ്പോൾ ഈ ഓളം കാണുന്നതൊക്കെ ഒരു പക്ഷേ ഇഷ്ടമായിരിക്കും. പക്ഷേ അത് ഈ വിനിയോഗിക്കുന്ന പണം വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണേൽ വിനിയോഗിക്കാം. അതൊന്നും ചെയ്യാതെ വെറുതെ തോന്നിയാസം അടിച്ചു കൊടുത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ തീരുമാനം എടുത്തതാണോ, അതോ ഇതൊക്കെ കണ്ടിട്ട് ഈ പ്രചരണം കൂടുതൽ കണ്ടിട്ട് അതാണോ നമ്മുടെ വോട്ടിന്റെ മാനദണ്ഡം? അല്ല നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ ഇത്രയും നാളത്തെ. അതൊക്കെ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും ആർക്ക് വോട്ട് കൊടുക്കണം. പിന്നെ അവരുടെ പ്രകടന പത്രിക ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നോക്കും. എന്തൊക്കെ വാഗ്ദാനങ്ങളുണ്ട്, ചെയ്തിട്ടുണ്ടോ നോക്കും. പിന്നെ അതൊക്കെ നോക്കണമല്ലോ, അതല്ലേ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. വോട്ട് ചെയ്യണമെന്ന് ആർക്കാ ചെയ്യേണ്ടതെന്നുള്ള നമ്മുടെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ട്. ആ തീരുമാനം ചെയ്യും. അത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ തീരുമാനം? അത് നമ്മൾ പൊതുവെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും പിന്നെ വികസനത്തെ പറ്റിയൊക്കെ ആലോചിച്ചങ്ങ് ചെയ്യും. ഇനി ആളെ വിജയിപ്പിച്ചാൽ രക്ഷപ്പെടുമെന്നൊരു തോന്നലുണ്ട്. അങ്ങനെ അത് എൻ്റെ മനസ്സിലുണ്ട്. എന്നാ കൂട്ടിക്കലാശമല്ല, എന്നാ പ്രകടനം വെച്ചിട്ടും കാര്യമില്ല. ആ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിന്ന് അന്നേരം നാമ്പെടുക്കും ആർക്ക് ചെയ്യണമെന്നുള്ളത്. ശരിയല്ലേ? അതെല്ലാവരും എടുക്കും. അങ്ങനെയാണ്. പറ്റത്തില്ല, ആ നാമ്പിൻ്റെ മോനെ ഒടിക്കാൻ പറ്റത്തില്ല. പ്രചരണങ്ങളൊക്കെ കണ്ടിട്ടാണോ തീരുമാനിച്ചത്? അതൊക്കെ ഏതോ ഒരു നമ്മൾ തിരഞ്ഞെടുപ്പ് ഇത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കുമല്ലോ ഒരാൾക്ക് എന്നെ ആൾക്ക് കൊടുക്കാമെന്നില്ല. അല്ലാതെ ഇവിടെ ഈ കാണിക്കുന്ന ഓളങ്ങളൊന്നും വില പോവുകയില്ല, ഒന്നും ഉണ്ടാകുകയില്ല. നമുക്കിവിടെ നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി നമ്മുടെ ഒരു വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനം. ഈ ഓളങ്ങൾ കണ്ട് ഞാൻ ഭയപ്പെടാറില്ല. ഓളമല്ലല്ലോ, ഓളം ആർക്കും വെക്കാമല്ലോ. ഓളം വെക്കുന്നതുകൊണ്ട് തന്നെ പ്രശ്നം. ആ ഓളം പോലെ മുമ്പോട്ട് ഓളം കണ്ടാൽ മതി.